ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷാജിദ ഷാജിയും ഷെരീഫും തമ്മിലുള്ള വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാജിദ ഷാജിയും ഷെരീഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പരസ്പരം വെല്ലുവിളിച്ചും യൂട്യൂബിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചും ലൈവ് ഇട്ടും വീഡിയോ ഇട്ടും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഷാജിദ ഷാജി ഇന്നലെ ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയ പുകിലൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ലൈവൊക്കെ കണ്ടതാണല്ലോ, രണ്ടുപേരുടെയും ലൈവ് എല്ലാവരും കണ്ടതാണല്ലോ. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇന്നലെ മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഇതിൻ്റെ കേസ് പോയിട്ടുണ്ട്. ഇനി ഷാജിദ ഷാജിക്കെതിരെ ഷെരീഫിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഓക്കെ, വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറെക്കുറെ നിങ്ങൾക്ക് അതിന് കൊടുത്താൻ കിട്ടും. ഒന്ന് കണ്ടു നോക്കിയേ. കണ്ടങ്ങളെ, നിങ്ങൾക്ക് അവളുടെ ഈ ലൈവില് കണ്ട വീഡിയോസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇന്റെ അടുത്ത് എല്ലാ വീഡിയോസും ഉണ്ട്. പക്ഷെ അവളെ മാതിരി ബുദ്ധിയില്ലായ്മ ഞാൻ ചെയ്യൂല. ഇവള് വിചാരിച്ചത് എന്താ അറിയോ? ഇന്ന ആ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കരണം നോക്കി ഒന്ന് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ലൈവ് കിട്ടും. അത് വെച്ച് അവൾക്ക് കേസ് ഫയൽ ചെയ്യുക, പിന്നെ എന്നിട്ട് എന്റെ പോക്ക് തടയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓള് വന്നത്. പക്ഷെ ഓളുടെ വിദ്യാഭ്യാസം, ഓളുടെ ബുദ്ധി എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് അതും 3G ആയി. 3G അല്ല, 2G തന്നെ ആയിക്കണം. ഓൾക്ക് വേണ്ടതൊന്നും അതിൽ കിട്ടിയിട്ടില്ല. ഓള് കുറേ തെറിങ്ങനെ പറയാം. ഇവള് വന്നപ്പോ ഞാൻ കിടന്നു. പിന്നെ എന്റെ വൈഫാണ് അവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ എന്റെ അയൽവക്കത്തുള്ള സകല മനുഷ്യന്മാരും അവിടെ വന്നു. അവളുടെ ആ വീഡിയോയിൽ ആ കാണുന്നതില്ലേ, എന്റെ വൈഫിന്റെ കൂടെ ആ നിൽക്കുന്നതൊക്കെ, അതൊക്കെ തൊട്ട വീട്ടുകാരാണ്. അതൊന്നും ആരും എന്റെ വീട്ടുകാരല്ല, ആ വീട്ടുകാരാണ് അവിടെ നിൽക്കുന്നത്. ഇവളുടെ അയൽവക്കക്കാർ ഇങ്ങനെയാണോ? ഇനി ഷെരീഫിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ ഈ വീഡിയോ കൂടി കണ്ടുനോക്കൂ. എന്റെ കേസ് എന്താണ്, ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്നുള്ളത് അവൾക്കെന്നല്ല ഒരാൾക്കും ഊഹിക്കാൻ കഴിയൂല. കാരണം ഞാൻ അങ്ങനെ ഇവിടെ ഈ എന്താ പറയാ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വെള്ള പേപ്പർ എഴുതിയിട്ട് ഇന്നങ്ങനെ കാട്ടിക്കുണി എന്ന് പറഞ്ഞിട്ട് കരയാനൊന്നും ഞാൻ നിൽക്കൂല. നിങ്ങൾക്കറിയാം, ഇതിലിപ്പോ എന്റെ മക്കളെ, ചെറിയ മക്കളെ, 2 വയസ്സും 5 വയസ്സുള്ള കുട്ടികളെ വീഡിയോ കാണിച്ചിട്ടാണ് അവള് പറയുന്നത്. ഇതാ ഷെരീഫ് പിന്നെ കൂട്ടിക്കൊടുക്കുന്ന വേശികളാണ് അവന്റെ മക്കളാണ് എന്നുള്ളത്. അതിലൊക്കെ വകുപ്പ് എന്താണെന്ന് വഴുകാതെ അവൾ അറിയും. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഇതിൽ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കരണം നോക്കി ഒന്ന് കൊടുക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയെന്ന്. അതാ പറയുന്നത്, എല്ലായിടത്തും നമ്മൾ ശക്തി ഉപയോഗിക്കരുത്. ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി തന്നെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ അവനാ ഏറ്റവും വലിയ വിഡ്ഢി. നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടോ പിന്നീട് പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇവളെ ഈ ലൈവും വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മൾ അവരുടെ കരണത്ത് ആ ലൈവ് മുഖാന്തരം കൊടുത്താൽ അത് മതി. അപ്പോ നമ്മൾ നിയമത്തിനുള്ളത് നിയമത്തിനെ, അല്ലാത്തത് അങ്ങനെ. ഇപ്പൊ ഇന്നലെ ചെക്കന്മാരൊക്കെ പറഞ്ഞു അടിച്ച് പൊളിക്കാൻ വേണമെങ്കിൽ വിളജിങ്ങോട്ട് പോരെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. ഒരു പെണ്ണിനോട് ഗുണ്ടായിസം കാണിക്കാൻ ഇത് കാണുന്നവര് പറയില്ലേ, നാണോ മാനോ ഇല്ലേ നിങ്ങൾക്കെന്ന്? വേണ്ട, ഞമ്മക്ക് ഗുണ്ടായിസല്ല ഇവിടെ വേണ്ടേ. ഇവളുടെ ഈ തെമ്മാടി ഒതുക്കുക എന്നുള്ളതാണ്. ഈ ചാനലടക്കം ഇവളെ ഇവിടുന്ന് തുരത്തുക എന്നുള്ളത് മാത്രമാണ്. അത് ഷെരീഫ് ചെയ്തിരിക്കും. നിങ്ങൾ കണ്ടോ, അവളുടെ ചാനലും പോകും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അല്ലേ, അതൊരൊറ്റ സ്ട്രൈക്ക് കൊടുത്താൽ മതി, ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി, അത് ആ വീഡിയോ പോകും. പക്ഷെ ഞാനത് കളയാതിരിക്കണമെന്നില്ല. അത് അവിടെ കിടക്കൽ ഇന്റെ ആവശ്യം, മനസ്സിലായോ? അത് ഞാൻ ഫുൾ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും എല്ലാതും ഞാൻ എവിഡൻസ് എടുത്ത് ഒക്കെ അതിൻ്റെതായ രീതിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ കേസ് ഒന്ന് DYSPക്കും ഒന്ന് DGPക്കുമാണ് ഞാൻ മെയിൽ ചെയ്തിരിക്കുന്നത്. അതും വിത്ത് എല്ലാ എവിഡൻസും അടക്കം. ഇത് ഈ ഒരു വിഷയം മാത്രമല്ല, ഇവള് പൊതുസമൂഹത്തിൽ കാണിച്ചതും ഇതിനു മുമ്പ് ഇവളുടെ വീഡിയോസിൽ പറഞ്ഞതും അവളുടെ ഉമ്മാനെ തെറി പറഞ്ഞതും അവളുടെ അയലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം കറക്റ്റ് ക്ലിപ്പ് ആയിട്ട് ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഷെരീഫിൻ്റെ ഇനിയുള്ള അടുത്ത നീക്കം. ഷാജിദ ഷാജിക്കെതിരെ ഷെരീഫ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും